ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കായുപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള വാഴത്തോട്ടത്തിൽ നിന്ന് ഒരു കൊല കായ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവർ നല്ല ജൈവവളമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യണതാണ്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല മൂത്ത് വിളഞ്ഞ കൊല നോക്കിയിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇത് നമുക്ക് കായുപ്പേരി ഉണ്ടാക്കാം, പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കി തന്നെ കായ കുറച്ച് പഴുപ്പിക്കാം. ബാക്കി നമുക്ക് ഓണത്തിനുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ അതിലൊക്കെ സാമ്പാറിലും കൂട്ടുകറിയിലൊക്കെ കൂട്ടാം, അവിയിലൊക്കെ വയ്ക്കുമ്പോഴായാലും. അപ്പോൾ നമ്മൾ കലയിൽ നിന്ന് നല്ല മൂത്ത നോക്കി ഏറ്റവും ആദ്യത്തെ പടല നോക്കി എടുത്തിട്ട് കായുപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കത് എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞ് കായ എടുത്ത് വെള്ളത്തിലിടാം. അപ്പോൾ എല്ലാവരുടെയും കായ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ നേരത്തെ ഒരുക്കി കഴിഞ്ഞെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്നാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഈ കായയുടെ തൊലി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ഇത് ചെയ്യണത്. വിറകടുപ്പിലാകുമ്പോൾ നമുക്ക് വേഗം പണി കഴിയും. ഗ്യാസും വേണമെങ്കിൽ കുറേ സമയം നിന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പഴയ ഉരുളിയൊക്കെയാണ്. ആ ഉരുളിയൊക്കെ കുറേ നാൾ ഇരുന്ന കാരണം അതിൻ്റെ കളറിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പുളിയൊക്കെ ഇട്ട് തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ വിറകടുപ്പിലാവുമ്പോൾ നമുക്ക് വിറകുകൾ തീരുകയും ചെയ്യും. പിന്നെ നമുക്ക് ഗ്യാസിൽ വയ്ക്കണ അത്രയും ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്താലാണ് കായ്പേരിയും ശർക്കര വരട്ടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ വറുത്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു 3-4 ട്രിപ്പ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഈ 2 കായ വെച്ചിട്ടാണ് ഇങ്ങനെ അരിഞ്ഞിടുന്നത്. ഞാൻ സ്ലൈസറിൽ വെച്ചല്ല അരിഞ്ഞേക്കണത്, കത്തി കൊണ്ട് ഇങ്ങനെ ചെറിയൊരു കട്ടർമ വെച്ചിട്ട് നൈസാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടണേക്ക് തൊട്ട് മുമ്പായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതിയാകും. പിന്നെ ഒട്ടിപ്പിടിക്കാതെ പതുക്കെ നമുക്ക് മാറ്റിയിട്ട് കൊടുക്കണം. നല്ല ഫ്രഷായിട്ടുള്ള നല്ല കായ കാരണം നല്ല കളറൊന്നും വ്യത്യാസമില്ലാതെ നല്ല കായ്പേരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓണത്തിനും അല്ലാതെയും നമുക്ക് വറക്കാം. പിന്നെ 4 മണി ചായക്കൊപ്പം കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരുടെയും ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ റെസിപ്പീസൊക്കെ തുടങ്ങിക്കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നും കായ്പേരി ഉണ്ടാക്കി നാളെ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇടാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല കിളിങ്ങണ പോലത്തെ നല്ല കായ വറുത്തത് റെഡിയാണ്. ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കാറില്ല. ചെറിയതായിട്ട് വേണമെങ്കിൽ ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഉപ്പ് ചേർക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഉപ്പില്ലാതെ തന്നെയാണ് കായ വറുത്തത് നമ്മൾ വറുത്തെടുക്കണത്. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്ത് നിന്നാലും ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കണതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. മക്കൾക്കൊക്കെ കൊടുക്കാനായാലും ഇപ്പോൾ 2 കായ 3 കായെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് ഓയിലോ വറുത്ത ഓയിലിൽ വറുത്തതാണെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഇല്ലാതെ നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഓണത്തിനോ അങ്ങനെയൊക്കെ ആണെങ്കിലും വല്ലപ്പോഴൊക്കെ ആയാലും ഇങ്ങനെ കായുപ്പേരിയൊക്കെ ഉണ്ടാക്കി ടിന്നിലടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.